കൂട്ടുകാർക്കെല്ലാം നമസ്കാരം. നമുക്കിന്നൊരു മീൻ പിടിക്കുന്നത് കാണാം. ഇത് നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ മനോജേട്ടൻ്റെ വീടാണ്. അപ്പോൾ മനോജേട്ടൻ മീൻ പിടിക്കുന്ന ആളാണ്. അപ്പം മീനൊക്കെ പിടിച്ചിട്ട് വരുമ്പോൾ കിട്ടുന്ന ചെറിയ മീനുകളെല്ലാം ഈ ടാങ്കിൽ കൊണ്ടിടുമായിരുന്നു. അപ്പോൾ അതൊക്കെ വളർന്ന് വലുതായിട്ടുണ്ട്. അപ്പോൾ അത് രതീഷാണ് പിടിക്കുന്നയാൾ. എല്ലാം ജീവനോടുകൂടി തന്നെ തപ്പിയും പിന്നെ കൊട്ടയ്ക്കകത്ത് വാരിയും ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് കാണാം. കൂട്ടുകാരെല്ലാം കാണുന്നില്ല, ഇതുപോലുള്ള ചെടികളിലൊക്കെ കൈയിടുമ്പോഴത്തേക്ക് വലിയ കാര്യങ്ങളും അതിൻ്റെയൊക്കെ മുള്ള് കയ്യിൽ തറയ്ക്കാൻ സാധ്യതയുണ്ട്. ഇത്ര ബുദ്ധിമുട്ടിയായി ഈ മീൻ പിടിക്കുന്നതെന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാൻ സാധിക്കും. രണ്ട് കോരുവാണെങ്കിൽ ആ ചെളിയും മാറും. കോരി വെച്ചിരിക്കുക ഇതിനകത്തൊന്നുമില്ല, നോക്കിയായിരുന്നു. ഈ വരാലാണോ കിടന്ന് കളിച്ചേ? അതേ ഉള്ളായിരുന്നു. മുഴുത്തൊരു വരാലുണ്ടായിരുന്നില്ല. മണ്ണും കോപ്പൂന്ന് കണ്ട ഈ മീനുണ്ടോ നോക്കിയത്? പൊടിയില്ല. അല്ല അത് കഴിഞ്ഞ അങ്ങോട്ട് താഴാനില്ല. അല്ലാതെ താഴത്തില്ല, ഏറ്റവും താഴെയാകുമ്പോ ചെളി നല്ല കനത്ത ഇരിക്കുകയായിരുന്നു, കട്ടിയല്ല. അങ്ങോട്ട് കയറത്തില്ല, അങ്ങോട്ട് ഉറപ്പാണ്. മേടിക്കണമെന്നില്ല കണ്ടുപിടിക്കും. നല്ല അങ്ങോട്ട് കറക്കിയിട്ട് തിരിഞ്ഞിരിക്കുമ്പോൾ അതെല്ലാം ഇപ്പുറത്തെ സൈഡ് വന്ന് നിൽക്കുകയല്ല, കൈകിട്ട് ഇളക്കുന്നുണ്ട്, താഴത്തില്ല. ഇതിൻ്റെ കാലത്ത് കിട്ടി രണ്ട് കറിയുകൊണ്ട് കൊണ്ടിട്ട് ചെറുതാക്കി കാരി കുത്തിയിട്ട് സൈഡ് അതിന് ഇവിടെ പോകാനോ കടലിൽ കിട്ടും. എല്ലാം കിടന്നു വിടുന്നുണ്ട്. അടപ്പ കിട്ടി. ഒറ്റ കാര്യമുണ്ട് മേളി അങ്ങേറ്റത്ത് മേളി, ഈ അറ്റ ഭിത്തി സൈഡ് ഏറ്റവും മേളി ഇവിടോ. ആ അത് തന്നെ.
കട്ടയല്ലേ? നല്ല കട്ടയാ. ചൂളക്കകത്താ കിടന്ന് കളിക്കും. വീട് നോക്കിയേ. അവിടെ താഴെ ഇവിടെ അവിടെ ഇവിടെ ഇവിടെ നേരെ ഇവിടെ ഈ സൈഡിൽ തന്നെ. അവിടെ ഫോട്ടോ വെച്ച് തട്ടിയിട കണ്ടോ? അപ്പോ ഇത് ചെമ്പല്ലിയായിരുന്നു 100 കണക്കിലായിരുന്നു. അവസാനം ആ ചേരുമീൻ ഉണ്ടല്ലോ ചത്തുവായിരുന്നു. അയ്യോ ഞങ്ങൾ ചെല്ലുവിൽ നോക്കിയപ്പോ ഈ അറ്റത്ത് ഈ മൂലിക്ക് ശരി ഈ അറ്റത്തുണ്ട്. ഈ അറ്റത്ത് ഈ ഏറ്റവും മൂലിക്ക് 20 മിനിറ്റ് നിവർന്നു തന്നെ എല്ലാവരും കാണാം. ചൂവായിട്ട് കൊട്ട വെച്ച് കോരിയെടുക്കാം. പുറകിലുണ്ട് നേരെ അവിടെ തന്നെ. ഇവിടെ നേരെ താഴെ അവിടെ അവിടെ കൈയിട്ട് അവിടെ തന്നെ. ഒന്നോ രണ്ടോ എണ്ണം കണ്ടാ കണ്ട്. ഉണങ്ങി കഴിയുമ്പോൾ സുഖമായിട്ട് വെട്ടി മേലോട്ട് പോയി നമുക്കേ ഇല്ലാതിനെ തുറന്നു കിട്ടും. വെള്ളം വന്നപ്പോഴേ മണലേവല് കിടക്കില്ല. കുളത്തിൽ നിന്ന് പിടിച്ച മീനാണ്. കിണറ്റിൽ നിന്ന്. നാല് റിങ്ങുള്ള കിണറ്റിൽ നിന്ന്. നാല് റിങ്ങുള്ള കിണറ്റില്ലേ? അടി ചെളിയായിരിക്കും. അതായിരിക്കും കാര്യമുണ്ട്. ചെളിയുണ്ട്. വേറെ പാത്രം ഉണ്ടെങ്കിൽ ആ മീൻ എടുക്കുവാണെങ്കിൽ അതായിരിക്കും നല്ലത് കേട്ടോ. വെള്ളം പോകുന്നു. നല്ല ഒന്നാം തരം വെള്ളമല്ല നിറച്ച് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ മോട്ടർ പിടിച്ച് നിറച്ചാണോ? ആ ചെളി പോകത്തില്ലേ? മണ്ണുണ്ട് അതാ പോകാത്ത. ഈ കണ്ടൽ നമുക്ക് ചെമ്പല്ലി മുഴുവൻ തിന്നല്ലേ? മോട്ടർ ചെമ്പല്ലിയായിരുന്നു. കണ്ണ് നിറയ്ക്കുന്ന അതിനകത്ത് കുഞ്ഞു ഇരുന്നുണ്ട്. അതിനകത്ത് അടിക്കും. ആഹാരം വെള്ളം പറ്റിപ്പോയപ്പോൾ ആഹാരം കഴിപ്പ് ക്ഷീണിച്ചു പോയി. എല്ലാം ക്ഷീണിച്ചു പോയി. അതങ്ങനെ പോകത്തില്ല ദിശേ. അത് മറ്റേ ചവറ് പോലെയാ. ഒന്നെങ്കിൽ മൊത്തത്തിനും കുറഞ്ഞിട്ട് അതിൻ്റെ അകത്തോട്ടാക്കണം, ഇല്ലെങ്കിൽ വേറെ പാത്രത്തിലോട്ട് മാറ്റണം. നമ്മുടെ ബക്കറ്റില്ലേ എടുത്തോണ്ട് വെള്ളം ഉണ്ടല്ലോ. വെള്ളമുണ്ട്. നാടനുണ്ട്, വളർത്തമ്പലില്ല. അത് പ്രാവശ്യമാണ് വളർത്തമ്പലി. ആണോ? അത് തന്നെ ഇത്രയും ബക്കറ്റിനകത്ത് കൊള്ളുകയല്ലായിരുന്നു. അത് വെള്ളം കളയാനില്ല. ചെറുതിനൊക്കെ തിരിച്ചിടുന്നില്ലേ? ഒന്നും ആ വട്ടു പിടിക്കാൻ പറഞ്ഞോണ്ടാ പിടിക്കുക. അവനാർക്കെണ്ണം കൊടുക്കണമെന്നും പറഞ്ഞു. ആരാ? രഞ്ജിത്ത്.
തീറ്റിയോ ഇല്ലയോ? അവൻ അവിടെ ആലപ്പുഴ ആരോടും പറഞ്ഞിട്ട് പിടിപ്പിച്ച ഇവിടെ അവൻ്റെ അവർക്ക് പനിയായിട്ട് തിരിച്ചു പോകും. അവനെ തട്ടാശ്ശേരി വരെ പോയതാ. പോരാന്നും പറഞ്ഞു. ഞങ്ങോട്ടൊന്നും വലിയ കുഴപ്പമില്ലായിരുന്നു. വലിയ കുഴപ്പമില്ല. ഞാൻ മണ്ണാന്നെ ആശുപത്രിയിൽ പോയി പനിക്ക് അവനും മരുന്ന് മേടിച്ചവനെ. മണ്ണാന്നെ വിളിച്ചോണ്ട് അവൻ ആശുപത്രിയിൽ പോയി. ചത്തിട്ടുണ്ടോ ചെമ്പല്ലി? ഒട്ടൊന്നും ചാത്തില്ല. ഇത് അങ്ങനെ വിനാ കിടക്കുന്നു, അടുക്ക് കിടക്കുന്നു. അതെങ്ങനെ കിടക്കുന്നു? ഇതോ അല്ല ഇനി ഞങ്ങാപ്പുറേ. ഇതോ ആ ഇതുണ്ടോ? അപ്പോഴാണ് മറ്റേ മീൻ ചന്തയ്ക്ക് പോകണം. വെളുപ്പിനെ പോവോ? വെളുപ്പിനെ പോകണം. ഇത് 4 മണിയൊക്കെ വരുവാടാ. രാത്രി വന്ന് വെള്ളം മാറുകയൊക്കെ ചെയ്യാം. ടാങ്കൊക്കെ ഇല്ല. ആ വെയിലുള്ള സമയത്ത് കിടന്ന അപ്പുറത്ത് അത് കാരിയും ചെമ്പല്ലി. ചെമ്പല്ലി ഇല്ലെന്ന് തന്നെ അല്ലേ? വരാലും ചെറുമീനും കാര്യം മാത്രമേ ഉള്ളൂ അതിനകത്ത്. അതേ കിട്ടുള്ളൂ. ചെമ്പല്ലി ഇട്ടാ മറ്റേ ചാത്തു പോകും. ചെറുമീൻ ആർക്കെങ്കിലും വേണേൽ കൊടുക്കാൻ പറ്റും. വലിയ ചെറുമീനായിരുന്നില്ല ഇവിടെ ആർക്കും. മാർക്കറ്റിൽ കൊണ്ട് വില കിട്ടുള്ളൂ. ആണോ? ഇവിടെ വില കിട്ടത്തില്ല. നാളെ ഇപ്പം വെളുപ്പിന് ഇവനും അവനും കൂടെ പൊക്കോളും. ആണോ? അവർ 3 പേരും കൂടെ. പണ്ട് പോയാണ് കാണോ? തിരക്കി ചെല്ലേണ്ടി വരുമോ? കാര്യം കുഞ്ഞുങ്ങളല്ലേ. വെള്ളം ഒതുങ്ങി കഴിഞ്ഞാൽ തീറ്റി എടുക്കത്തില്ല. നിങ്ങൾ പിന്നെ പേടിയല്ലേ, തീറ്റിയല്ലേ. എന്നിട്ട് പറയുന്നു അതിൻ്റെ പറഞ്ഞു. തിരുവല്ല കൊണ്ടാണ്. തിരുവല്ല വില കിട്ടുള്ളൂ. ആണോ? ആ തിരുവല്ല അങ്ങോട്ട് ഇട്ടാൽ മതി. അപ്പോഴേ ഇത് തീരുമല്ലോ. ഒരെണ്ണേ ഉള്ളു. ആടെ കിടക്കുന്നു. എടുത്തോട്ട് പോകാം. കിടക്കുന്നു കണ്ടില്ലേ? ആ രണ്ടൂടെ. ആ ആ ആ അതെ. വരാലി കണ്ടോ? എനിക്ക് കായൽ മീനാണ് ഇഷ്ടം. എനിക്ക് കടമീനൊന്നും ഇഷ്ടമില്ല. പിന്നെ കൂട്ടുവന്നേ ഉള്ളൂ. പിന്നെ ഒരു കറിക്ക് സുഖം. 3 പേർക്ക് വേണോ? വേണ്ട.